ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എജു ടോക്സ്. അപ്പോൾ നമ്മൾ കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ കുറേ പേര് കമൻറ്റ് ബോക്സിൽ അതുപോലെ തന്നെ പേഴ്സണലി ചോദിച്ചിട്ടുണ്ടായി എന്തായിരുന്നു വീഡിയോ ചെയ്യാത്തത്, റാങ്ക് ലിസ്റ്റിൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും ഇട്ടിട്ടില്ലല്ലോ. പക്ഷേ ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിൽ ഞാൻ അതായത് റാങ്ക് ലിസ്റ്റിന് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് അനുസരിച്ച് ഞാൻ അപ്ഡേറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറെ എനിക്ക് കിട്ടാത്ത ഇൻഫർമേഷൻസ് വേറെ ഡിസ്ട്രിക്ട്സിലുള്ള സ്റ്റുഡൻസ് ആയിട്ടും അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ എല്ലാ ജില്ലയിലത്തെയും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് നമ്മുടെ അവരുടെ വെബ്സൈറ്റ് DHSൻ്റെ വെബ്സൈറ്റിൽ ഒഫീഷ്യലി അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ GNM കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു Q&A ഞാൻ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ കുറേ കുട്ടികൾ ഈ ഓരോ വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ വന്നിട്ട് അവർക്ക് GNM കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും കൂടി ഒരു ചോദ്യം തന്നെയായിരിക്കും എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും നമ്മൾ റിപ്ലൈ കൊടുക്കുമ്പോൾ അവരുടെ ഉദ്ദേശിക്കുന്ന അവർക്കും കിട്ടത്തില്ല, നമ്മുടെ ടൈം അതിലത്തിങ്ങനെ പോവുകയാണ്. സോ ഞാൻ വിചാരിച്ചു ഒരു Q&A ആയിട്ട് വീഡിയോ ചെയ്താൽ നിങ്ങൾക്ക് GNM കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് അതൊരു യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാകും എന്ന് കരുതി. അപ്പം ഞാനത് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലൊരു പോസ്റ്റ് ഇടാം. അപ്പോൾ നിങ്ങളുടെ GNM കോഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് വൈസ് ആയാലും എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ റിപ്ലൈ നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യും. അപ്പം ഞാനത് കമ്മ്യൂണിറ്റി ടാബിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ഞാൻ അതിനകത്ത് ടെലഗ്രാം ചാനലിൽ ഞാൻ അപ്ഡേറ്റ്സ് എല്ലാം ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. DHSൻ്റെ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ കൊല്ലമൊക്കെ എല്ലാവരും അവരുടെ നോട്ടീസ് ബോർഡിലാണ്, ഓരോ നഴ്സിംഗ് സ്കൂളിൻ്റെ നോട്ടീസ് ബോർഡിലായിരുന്നു പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ പ്രാവശ്യം തൊട്ട് അവരുടെ വെബ്സൈറ്റിൽ എല്ലാ ഡിസ്ട്രിക്ട്സിൻ്റെയും കൊടുത്തിട്ടുണ്ട്. നമ്മൾ DHSൻ്റെ വെബ്സൈറ്റിലേക്ക് കയറുമ്പോൾ തന്നെ ഇങ്ങനൊരു ഇത് വരും. അതിൽ കുറച്ചുകൂടി നമ്മൾ താഴോട്ടേക്ക് പോയാൽ ഒന്നെങ്കിൽ അവിടെ ന്യൂസ് ഫ്ലാഷ് എന്ന ആ ഒരു ഏരിയയിൽ കാണും, അല്ലെങ്കിൽ താഴെ നോട്ടിഫിക്കേഷൻ എന്ന ഏരിയയിൽ ഉണ്ടാകും. അവിടെ DHS GNMൻ്റെ റാങ്ക് ലിസ്റ്റ് അതുപോലെ ANMൻ്റെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൈറ്റിൽ ഓടായിട്ട് വരുമ്പോൾ രണ്ട് സെക്ഷൻസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് ANM കോഴ്സിൻ്റെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റുകൾ, പിന്നെ GNM കോഴ്സിൻ്റെ രണ്ടാമതാണ് ANM കോഴ്സിൻ്റെ. അപ്പം നമുക്ക് വേണ്ടത് GNM ആണ്. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ കോഴിക്കോടത്തെ റാങ്ക് ലിസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു റാങ്ക് ലിസ്റ്റ് മെറിറ്റിലെ റാങ്ക് ലിസ്റ്റും അതുപോലെ തന്നെ താഴോട്ടേക്ക് നമ്മൾ പോകുമ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള അടക്കമാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ ജില്ലയിലത്തെ റാങ്ക് ലിസ്റ്റ് അതിനകത്തുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലും ഞാൻ ഈ റാങ്ക് ലിസ്റ്റ് എല്ലാ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളാരും ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത പോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ